നമുക്കിന്ന് പ്രോബ്ലംസ് ചെയ്യാം അല്ലേ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് 1-1 ഫംഗ്ഷൻ, ഓൺ-ടു ഫംഗ്ഷൻ, 1-1 ആൻഡ് ഓൺ-ടു ഫംഗ്ഷൻ. അഥവാ 1-1 ഫംഗ്ഷൻ മറ്റൊരു പേര് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ, ഓൺ-ടു ഫംഗ്ഷൻ മീൻസ് സർജക്റ്റീവ് ഫംഗ്ഷൻ. ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ഫംഗ്ഷൻസ് ആർ കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അതിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടെ 1-1 ഫംഗ്ഷൻ എന്താണെന്ന് നോക്കും അല്ലേ. 1-1 ഫംഗ്ഷൻ ഫംഗ്ഷൻ എന്താ? 1-1 ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ F11 എന്ന് പറയണമെങ്കിൽ എയിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകളുടെ ഇമേജ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകളുടെ ഇമേജ് എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇമേജുകൾ തുല്യമാകുമ്പോൾ പ്രീ ഇമേജും തുല്യമാകണം. അപ്പോൾ 1-1 പ്രൂവ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകളുടെ ഇമേജ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ for every x1 x2 belongs to xa, f of x1 equal to f of x2 implies x1 equal to x2. ഇമേജുകൾ തുല്യമായ പ്രീ ഇമേജും തുല്യമാകും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 1-1 പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്. പിന്നെ നമ്മൾ പഠിച്ചത് 1-1 നമ്മൾ പഠിക്കുന്ന മറ്റൊരു പേര് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജക്റ്റീവ്. അതേപോലെ നമ്മൾ പറഞ്ഞ ഓൺ-ടു ഫംഗ്ഷൻ. എങ്ങനെയാണ് ഓൺ-ടു ഫംഗ്ഷൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ എഫ് എക്സിൽ നിന്ന് വൈയിലോട്ടാണ്. എങ്ങനെയാണ് നമ്മൾ ഓൺ-ടു ഫംഗ്ഷൻ പ്രൂവ് ചെയ്തത്? കറസ്പോണ്ടിങ് ടു എവരി എലമെന്റ് ഇൻ വൈ there exists an element in x such that f of x equal to y. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൺ-ടു ഫംഗ്ഷൻ പ്രൂവ് ചെയ്യേണ്ടത്? ഫോർ every y in capital Y there exists x in capital X such that f of x equal to y, or range അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലോ range of f coincide with codomain. അപ്പോൾ 1-1 പ്രൂവ് ചെയ്യാനായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകളുടെ ഇമേജ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ f of x1 equal to f of x2 ആണെങ്കിൽ x1 equal to x2 എന്ന് കിട്ടിയാൽ. ഓൺ-ടു പ്രൂവ് ചെയ്യാനായിട്ട് എഫ് എക്സിൽ നിന്ന് വൈയിലോട്ടാണെങ്കിൽ ഫോർ എവരി സ്മോൾ വൈ എലമെന്റ് ഓഫ് വൈ ദർ എക്സിസ്റ്റ് എക്സ് ഇൻ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അങ്ങനെ ഒരു വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ ഒരു എക്സ് എന്ന് പറയുന്ന സെറ്റിൽ കണ്ടുപിടിക്കാൻ സാധിച്ചെങ്കിൽ ഏത് വ്യവസ്ഥ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആകത്തക്കോലം കണ്ടുപിടിക്കാൻ സാധിച്ച ഫംഗ്ഷൻ എന്താണ്? ഓൺ-ടു ആണ്. അഥവാ റേഞ്ച് ഓഫ് എഫ് കോഡൊമെയിൻ ആണെന്ന് പറഞ്ഞാലും ആ ഫംഗ്ഷൻ എന്താണ്? ഓൺ-ടു ആണ്. പിന്നെ 1-1 ഓൺ-ടു ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് അല്ലേ എന്താന്ന് വിളിക്കുന്നത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓൺ-ടു എന്ന് പറയുന്ന മറ്റൊരു പേരെന്താ നമ്മൾ പറഞ്ഞത്? സർജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ. 1-1 both injective and surjective called a bijective function. അതായത് 1-1 ഓൺ-ടു ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തെന്ന് വിളിക്കാം? 1-1 ഓൺ-ടു ഫംഗ്ഷൻ എന്തെന്ന് വിളിക്കാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് 1-1 ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം, ഓൺ-ടു ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലം ശ്രദ്ധിച്ച്. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ 50 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 ഇൻ എ സ്കൂൾ. ലെറ്റ് എഫ് ഫ്രം എ ടു എൻ ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റോൾ നമ്പർ ഓഫ് ദി സ്റ്റുഡൻറ് എക്സ്. ഷോ ദാറ്റ് എഫ് ഈസ് 1-1 ബട്ട് നോട്ട് ഓൺ-ടു. എഫ് 1-1 ആണെന്നും പക്ഷേ ഓൺ-ടു അല്ല എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. എഫ് എന്ന് പറയുന്ന സെറ്റ് എവിടുന്നാണ് പോയിരിക്കുന്നത്? എയിൽ നിന്ന് എന്നിലേക്ക് അല്ലേ. നമുക്കറിയാം ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഗിവൺ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഗിവൺ എഫ് ഫ്രം എ ടു എൻ. ഓക്കെ. അപ്പോൾ എ എന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ 50 സ്റ്റുഡൻസിൻ്റെ സെറ്റാണ് അല്ലേ. ഒരു ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ 50 സ്റ്റുഡൻസിൻ്റെ സെറ്റാണ് എ. അപ്പോൾ എയിലുള്ള മെമ്പേഴ്സ് ഓരോ സ്റ്റുഡൻറ്റുകൾ.
n എന്താണ് നമുക്കറിയാവുന്നതാണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റാണ് n. എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ 1 2 3 4 എക്സെട്രാ പോകുന്നു അല്ലേ. അപ്പോൾ ആ സെറ്റിലോട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എയിലെ ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ എഫ് ഇമേജ് ചെയ്യുമ്പോൾ, അതായത് എഫ് ഓഫ് എയിലെ ഒരു സ്റ്റുഡൻറ്, അതാണ് എക്സ്, ഈക്വൽ ടു എന്താ കിട്ടുന്നത്? റോൾ നമ്പർ ഓഫ് ദി സ്റ്റുഡൻറ്. ആ സ്റ്റുഡൻറ്റിന്റെ റോൾ നമ്പർ, സ്റ്റുഡൻസിന്റെ റോൾ നമ്പർ എല്ലാം എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് 1 1 ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. 1 1 ആണെന്ന് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? ഡിസ്റ്റിങ്ക്ട് എലമെന്റുകളുടെ ഇമേജ് ഡിസ്റ്റിങ്ക്ട് ആണെന്ന് പറഞ്ഞു വെക്കാം. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്താൽ, മാത്തമാറ്റിക്കലായിട്ട് അങ്ങനെ എടുത്താൽ x1 ഈക്വൽ ടു x2 എന്ന് കൊണ്ടുവരാം. ഈ രണ്ട് വ്യവസ്ഥകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസ്റ്റിങ്ക്ട് എലമെന്റുകളുടെ ഇമേജ് ഡിസ്റ്റിങ്ക്ട് ആണെന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഈ പ്രോബ്ലത്തിൽ നല്ലത് അല്ലേ. ഇപ്പൊ ഡിസ്റ്റിങ്ക്ട് എലമെന്റുകളുടെ ഇമേജ് ഡിസ്റ്റിങ്ക്ട് ആവും. അപ്പം നിങ്ങൾക്കറിയാം 50 സ്റ്റുഡൻസ് ആണ് ഉള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം ഒരു ക്ലാസ്സിൽ, അല്ല നമ്മുടെ ക്ലാസ്സിലെ തന്നെ, നമ്മുടെ ക്ലാസ്സിൽ 60 പേരുണ്ട് അല്ല, 50 പേരുള്ള ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുടെയും റോൾ നമ്പർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് ആയി അല്ലേ. 2 കുട്ടികൾക്ക് സെയിം, അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ കുട്ടികൾക്ക് സെയിം എന്താണ് റോൾ നമ്പർ നമ്മൾ കൊടുക്കാറില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷനിൽ നിന്ന് തന്നെ, എൻ്റെ ഡെഫിനിഷനിൽ തന്നെ ഈ കാര്യം വ്യക്തമാണ്. എന്താണ്? നമുക്കതൊന്ന് എഴുതി വെക്കാം. അപ്പോൾ നമുക്കത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. എന്താണ്? നോ ടു ഡിഫറെൻറ്റ് സ്റ്റുഡൻസ് of the class can have same roll number. അതിനർത്ഥം എന്താണ്? No two students of the class can have same roll number അല്ലേ. 2 ഡിഫറെന്റ് സ്റ്റുഡൻസുകൾക്ക് സെയിം റോൾ നമ്പർ കിട്ടത്തില്ല. അതിനർത്ഥം എന്താണ്? ഡിസ്റ്റിങ്ക്ട് എലമെന്റുകളുടെ ഇമേജ് ഡിസ്റ്റിങ്ക്ട് എന്നതിനർത്ഥം അല്ലേ. therefore എന്താണ്? എഫ് ഈസ് 1 1. അപ്പോൾ എഫ് 1 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തത് ഡിസ്റ്റിങ്ക്ട് എലമെന്റുകളുടെ ഇമേജ് എന്താണ്? ഡിസ്റ്റിങ്ക്ട് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിനുള്ള വ്യക്തമായ ആർഗ്യുമെന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോ 2 ഡിഫറെന്റ് സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ് ക്യാൻ ഹാവ് സെയിം റോൾ നമ്പർ അല്ലേ. 2 വ്യത്യസ്തമായ സ്റ്റുഡൻറ്റുകൾക്ക്, അല്ലെങ്കിൽ 3 വ്യത്യസ്തമായ സ്റ്റുഡൻറ്റുകൾക്ക്, വ്യത്യസ്തമായ സ്റ്റുഡൻറ്റുകൾക്ക് ആർക്കും എന്ത് കിട്ടത്തില്ല? സെയിം റോൾ നമ്പർ കിട്ടത്തില്ല. അതുകൊണ്ട് വ്യത്യസ്തമായ എലമെന്റുള്ള ഇമേജ് എല്ലാം എന്തായിരിക്കും? വ്യത്യസ്തം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഫീസ് എന്താണ്? 1 1 ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് ഈ ഫംഗ്ഷന്റെ ഓണ്ടുമാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. നമുക്കറിയാം ആകെ 50 സ്റ്റുഡൻസേ ഉള്ളൂ അല്ലേ. നാച്ചുറൽ നമ്പർ സെറ്റിലെ അപ്പോൾ നാച്ചുറൽ നമ്പർ സെറ്റിൽ എത്ര എണ്ണം ഉണ്ട്? ഇൻഫിനിറ്റി സെറ്റാണ്. അപ്പോൾ നമ്മുടെ റേഞ്ച് സെറ്റിൽ എത്ര വരത്തുള്ളൂ? 50 എലമെന്റുകളെ വരത്തുള്ളൂ അല്ലേ. നമുക്കറിയാം ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ ക്ലാസ് നമ്പർ തുടങ്ങുന്നത് 1 മുതൽ, ഇനി ചിലയിടത്ത് ചിലപ്പം 100 മുതൽ തുടങ്ങാതിരിക്കാം, വേറെ ക്ലാസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ റോൾ നമ്പർ അങ്ങനെ ഇടുന്ന ക്ലാസ്സുകൾ കാണാം. പക്ഷെ അപ്പോൾ നമുക്ക് ഇവിടെ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഈ സ്കൂളിലെ സ്റ്റുഡൻസുകളുടെ റോൾ നമ്പർ 1 മുതൽ 50 വരെയാണെന്ന് ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതാൻ കൊണ്ടുവരാൻ വേണ്ടി, without loss of generality we can assume the roll numbers of the students are from 1 to 50. ഇതിന്റെ അർത്ഥം എന്താണ്? വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻറ്റുകളുടെ റോൾ നമ്പർ 100 മുതൽ 150 വരെ ആണെങ്കിൽ പോലും ആ 100 മുതൽ 150നെ നമുക്ക് 100നെ 1 ആക്കി 150നെ 50 ആക്കി കൺസിഡർ ചെയ്യും. അതാണ് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും 50 സ്റ്റുഡൻസാണ്. അത് ആരായാലും നമുക്കത് 1 മുതൽ, ഇനിയിപ്പോൾ 100 മുതലാണെങ്കിൽ പോലും നമുക്കിവിടെ അത് 1 മുതൽ 50 വരെ നമുക്കാക്കാം അല്ലേ. അങ്ങനാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്, 1 മുതൽ 50 വരെയുള്ള എലമെന്റുകളെ ഇമേജ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ 51 പറയുന്ന നാച്ചുറൽ നമ്പർ ഇതിനകത്തുള്ളതാണ്. 51ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല അല്ലേ. 51ന് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തല്ല? ഓണ്ടുമല്ല. അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 മുതൽ 50 വരെയുള്ള സെറ്റാണ്. കോഡൊമൈൻ എന്നാ? രണ്ടും കോയിൻസൈഡ് ചെയ്തില്ല
അതുകൊണ്ട് എന്തല്ല കൊണ്ടുമല്ല. അപ്പം നമുക്ക് ഇത് നമ്മൾ 1 മുതൽ 50 വരെയാണ് റോൾ നമ്പർ സങ്കല്പിച്ചാൽ നമുക്ക് എഴുതാം 51-ന് പ്രീ ഇമേജ് ഇല്ല, 52-ന് പ്രീ ഇമേജ് ഇല്ല അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദെൻ 51 element of capital N has no pre-image in capital എയിലെ പ്രീ ഇമേജ് ഇല്ല. therefore F is not owned. F എന്തല്ല ഓണ്ടുവല്ല. ഇനി 51 പ്രീ ഇമേജ് ഇല്ല, നിങ്ങൾക്ക് വേണേൽ 52-ന് പ്രീ ഇമേജ് ഇല്ല, 53-ക്ക് പ്രീ ഇമേജ് ഇല്ല, 100-ന് പ്രീ ഇമേജ് ഇല്ല, അങ്ങനൊക്കെ നിങ്ങൾക്ക് വേണേൽ പറയാം. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f from n to n given by f of x is equal to 2x is 1 but not 1. ഈ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്, പക്ഷെ എന്തല്ല ഓണ്ടുവല്ല. നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴേ എങ്ങനെയാണ് 1 ഓണ്ടു എന്ന് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കും, ഗിവൺ നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് എഴുതി വെക്കാം. ഗിവൺ f from n to n by f of x equals 2x. ഇതാണ് ഫംഗ്ഷൻ. n നാച്ചുറൽ നമ്പറാണ്, n നാച്ചുറൽ നമ്പറാണ്, രണ്ടും ഇൻഫിനിറ്റ് സെറ്റാണ്. ഇൻഫിനിറ്റ് സെറ്റിൽ നിന്ന് ഇൻഫിനിറ്റ് സെറ്റിലേക്കാണ് ഫംഗ്ഷൻ പോയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു എലമെന്റ് ഇമേജ് ഡബിൾ ആണ്, 2x ആണ്. ഇത് 1 ആണ്, ഓണ്ടു അല്ല എന്നാണ് പ്രൂവ് ചെയ്തത്. നമുക്ക് ആൻസർ പിന്നെ ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്കൊന്ന് ഈ പ്രോബ്ലത്തിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നോക്കാം അല്ലേ. അത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യണ്ടേ. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ ഫംഗ്ഷന് എന്നിൽ നിന്ന് എന്നിലേക്കാണ് പോയിരിക്കുന്നത്. n ഇൻഫിനിറ്റി സെറ്റാണ് അല്ലേ. അപ്പം നമുക്ക് എന്നിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, എക്സെട്ര ഉണ്ട്. ഇഷ്ടമാണ് എലമെൻറ്റുകളുണ്ട്. അതേപോലെ ഇവിടെ എന്നിൽ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ ഇഷ്ടമാണ് എലമെൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ അനുസരിച്ച് f of x 2x ആണ്. ഈ ഫംഗ്ഷൻ അനുസരിച്ച് 1 ഇമേജ് എന്താണ്? 1 ഇമേജ് നമ്മൾ നോക്കുമ്പോൾ 2 × 1, അപ്പോൾ 1 ഇമേജ് 2 ആണ്. ശരിയല്ലേ? 2 ഇമേജ് ഏതാ? 2 × 2 4 ആണ്. 3 ഇമേജ് ഏതാ? 6 ആണ്. 3ക്ക് പിന്നെ വേറെ ഇമേജ് വരത്തില്ല. 3ക്ക് വേറെ ഇമേജ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല, അത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ 3ക്ക് ഇമേജ് ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 3ക്ക് ഇമേജ് ഇനി പാടില്ല. 6-ലോട്ട് വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് ഇമേജ് വരാം, അങ്ങനെയും വരത്തില്ല. നോക്കെ 4 ഇമേജ് വരുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലേ. 4 ഇമേജ് വന്നെങ്കിൽ 8-ലോട്ടായിരിക്കും. 5 ഇമേജ് വന്നാൽ 10-ലോട്ടായിരിക്കും. 6 ഇമേജ് വന്നാൽ 12-ലോട്ടായിരിക്കും. അപ്പോൾ എല്ലാ എലമെന്റുകൾക്കും ഇമേജ് ഉണ്ട് അല്ലേ. ഓരോരുത്തർക്കും എന്താണ് കിട്ടിയിരിക്കുന്ന ഇമേജുകൾ, എല്ലാ എലമെന്റുകൾക്കും ഇമേജ് ഉള്ളപ്പോഴേ ഫംഗ്ഷൻ ആകും. ആ എല്ലാ എലമെന്റുകൾക്കും ഇമേജ് ഉണ്ട്, ആ ഇമേജുകളെല്ലാം ഡിസ്റ്റിങ്റ്റ് ആണ് അല്ലേ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ തീർച്ചയായിട്ടും എന്താണ്? 1 ആണ്. ഇപ്പോൾ 1 ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഓണ്ടു അല്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാവും. കാരണം ഇവിടെ 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, അതിന് പ്രീ ഇമേജ് ഇല്ല. അതേപോലെ 3 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, അതിന് പ്രീ ഇമേജ് ഇല്ല അല്ലേ. 5 എന്ന് പറയുന്ന എലമെന്റിന് പ്രീ ഇമേജ്, അതായത് ഓഡ് നമ്പറുകൾക്കൊന്നും പ്രീ ഇമേജ് ഇല്ല അല്ലേ. ഈവൻ നമ്പറുകൾക്ക് മാത്രമേ പ്രീ ഇമേജ് ഉള്ളൂ. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്, പക്ഷേ കോഡൊമൈൻ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറാണ്. അപ്പം എന്താണ് റേഞ്ച് കോഡൊമൈൻ ഈക്വൽ അല്ല. അങ്ങനെ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്തല്ല? ഓണ്ടു അല്ല അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ പടം വരച്ചോണ്ടല്ലോ നമ്മൾ പറയുന്നത്, നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്ത് വരിക അല്ലേ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഔട്ട്ലൈൻ വരച്ച് കാണിച്ചു. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ വേണ്ട. ഇപ്പോൾ ഫംഗ്ഷൻ എന്തായാലും 1 ആണ് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ എ എന്ന് പറയുന്ന സെറ്റ് അവിടെ ഫൈനൈറ്റ് ആണ്, 50 തന്നെ ഉള്ളായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ എലമെന്റുകളുണ്ട്, ഇൻഫിനിറ്റി സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ പ്രൂവ് ചെയ്യാം. അപ്പോൾ 1 നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. 1 നമ്മളിങ്ങനെ എടുക്കും. ലെറ്റ് f of x1 ഈക്വൽ ടു f of x2. നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് എഴുതാൻ സാധിച്ചാൽ ഇമേജുകൾ തുല്യമായപ്പോൾ
പ്രീ ഇമേജും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, 1 1 എന്ന് പറയാം. സോ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ എഫ് ഓഫ് എക്സ്. എന്താ എഫ് ഓഫ് എക്സ് വൺ? എഫ് എക്സിനെ എന്താക്കും? എക്സിന്റെ ഡബിൾ ആക്കും. അപ്പോൾ എഫ് എക്സ് വണ്ണിനെ എന്താക്കും? എക്സ് വണ്ണിന്റെ ഡബിൾ ആക്കും. അതാ ഫംഗ്ഷന്റെ റോൾ അല്ലേ, ഫംഗ്ഷന്റെ മെക്കാനിസം അതാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ എന്താണ്? 2x2. നിങ്ങൾക്കറിയാം ഇവിടുന്ന് 2 2 ക്യാൻസൽ ചെയ്യാം അല്ലേ, അല്ലേ? ക്യാൻസലേഷൻ ഈസ് പോസിബിൾ. എപ്പോഴാണ് ക്യാൻസലേഷൻ പോസിബിൾ ആവുന്നത്? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും 0 അല്ലെന്ന് ഉറപ്പ് വരുത്തണം. നമുക്ക് എപ്പോൾ കണ്ടാലും നിങ്ങൾ എ ബി ഈക്വൽ ടു എ സി എന്ന് കണ്ടാൽ നമുക്ക് ബി ഈക്വൽ ടു സി എന്ന് എഴുതാം, പ്രൊവൈഡഡ് എ നോട്ട് ഈക്വൽ ടു 0. എ 0 അല്ലെങ്കിൽ മാത്രമേ അങ്ങനത്തെ ക്യാൻസലേഷൻ ഉള്ളൂ. പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടാലും വെട്ടിക്കളയാം. അപ്പോൾ എ 0 അല്ലെന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ എന്താണ്? 2 0 അല്ല. അപ്പോൾ 0 ആയാലും എന്താ പ്രശ്നം നോക്കാം. 0 × 10 ഈക്വൽസ് എന്താണ്? 0 × 7. ഇത് ശരിയല്ലേ? രണ്ടും ഗുണിച്ചാൽ 0 എന്ന് പറഞ്ഞിട്ട് 0 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, ക്യാൻസലേഷൻ നമ്മൾ നടത്തുമ്പോൾ ആ ക്യാൻസൽ ചെയ്ത എലമെന്റ് എന്തല്ലെന്ന് ഉറപ്പ് വരുത്തണം, 0 അല്ലെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത് 0 ആണ്, ക്യാൻസലേഷൻ നടക്കത്തില്ല. അങ്ങനെ ക്യാൻസലേഷൻ നടന്നാൽ 10 = 7 ആണ്. ഏത് നമ്പർ മറ്റൊരു നമ്പർ തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? നടക്കുന്ന കാര്യമാണ് അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് മസ്റ്റായിട്ട് എന്താണ്, ഈ 2 എന്ന് പറയുന്ന എലമെന്റ് 0 അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസലേഷൻ ഈസ് പോസിബിൾ ആണ്. സോ 2 ക്യാൻസൽ ചെയ്താൽ x1 = x2. So whenever we take f of x1 equal to f of x2, we arrive at the conclusion x1 equal to x2. Therefore we can say f is 1. f 1 1 ആണ്. f 1 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഞാൻ മുമ്പ് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എഴുതിയത്. ഓക്കെ. സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓണ്ടും അല്ല. നമ്മൾ കണ്ടു ഓണ്ടും അല്ല. കാരണം നമുക്ക് മനസ്സിലായി ഈ 2x എന്ന് വെച്ച് വരുമ്പോൾ ഈവൻ എലമെന്റുകൾക്ക് മാത്രമേ, ഈവൻ നമ്പേഴ്സിന് മാത്രമേ പ്രീ ഇമേജ് ഉള്ളൂ, അല്ലെങ്കിൽ ഈവൻ നമ്പറുകൾ മാത്രമേ റേഞ്ചിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് എന്തല്ല, ഓണ്ടും അല്ല. നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ഓണ്ടും അല്ലെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. അവിടുന്ന് ഒരു 1 എടുക്കും, ഈ എന്നിൽ നിന്നൊരു 1 എടുക്കും. 1-ന് ഇവിടെ എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താണ്? റേഞ്ച് ഓഫ് എഫ്. ഇവിടെ എഫിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്? 2 4 6 8 etc. This is not equal to capital കോഡൊമൈന് തുല്യമാണ്. Therefore f is not f കൊണ്ടുവരാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ എഴുതാം? എന്താണ്? ഫോർ 1 element of capital N അല്ലേ, for 1 element of capital N, there exists no x in capital N such that f of x equal to 1. f of x 1 ആകത്തക്ക വിധം ഒരു എലമെന്റ് പോലും 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എക്സിൽ, ഈ എന്നിൽ ഇല്ല. അന്നെങ്കിൽ അങ്ങനെ എഴുതുക. ഓക്കെ. സോ നമ്മൾ 1 1 ആണെന്ന് പ്രൂവ് ചെയ്തു. ഫംഗ്ഷൻ എന്തല്ല, ഓണ്ടും അല്ല എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f from R to R given by f of x equal to 2x. പഴയ ഫംഗ്ഷൻ തന്നെയാണ്, ഫംഗ്ഷൻ അത് തന്നെയാണ്, f of x equal to 2x. പക്ഷെ പറഞ്ഞിരിക്കുന്നത് R-ൽ നിന്ന് R-ലേക്കാണ്. ഈസ് 1 1 ആൻഡ് ഓണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് എന്നിൽ നിന്ന് എന്നിലേക്കായിരുന്നു. 1 1 ആയിരുന്നു, പക്ഷെ എന്തല്ലായിരുന്നു, ഓണ്ടും അല്ലായിരുന്നു. ഇത് ഓണ്ടുമാണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. given f from R to R by f of x equals 2x അല്ലേ. അപ്പോൾ ഇത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, ഓണ്ടും ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. 1 1 പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെയാണ്? ലെറ്റ് f of x1 equals f of x2 എന്ന് എടുക്കുന്നു. So that means we will get 2x1 equal to 2x2. That means we will get x1 equal to x2. Therefore f is 1 1. അപ്പോൾ f എന്താണ്? 1 1. ഇനിയിപ്പോൾ നമുക്ക് ഓണ്ട് പ്രൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഓണ്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിനകത്തുനിന്നൊരു y എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് ഇതിനകത്തുണ്ടെന്ന്, അതിൻ്റെ ഇമേജ് ഈ y ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ അനുസരിച്ച് R-ലെ 1-ൻ്റെ ഇമേജ് 2 ആണ് അല്ലേ, 2-ൻ്റെ ഇമേജ് 4 ആണ്. 1-നും 2-നും ഇടയ്ക്ക് ഇഷ്ടംപോലെ എലമെന്റ് ഉണ്ട്, അതിൻ്റെ എല്ലാം ഇമേജ് അതിൻ്റെ ഡബിളാണ്. അപ്പോൾ ഒരു എലമെന്റും അതിൻ്റെ ഇമേജും തമ്മിലുള്ള ബന്ധം അതിൻ്റെ ഡബിളാണ്.
അല്ലെങ്കിൽ ഇമേജിൻ്റെ ഹാഫാണ് എന്ന് പറഞ്ഞാൽ എന്ത്? ഇമേജിൻ്റെ ഹാഫാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ഓൺ ടു എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ടു നമുക്ക് നോക്കാം. 1ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 2x ആണല്ലോ. അപ്പോൾ 2ന്റെ ഇമേജ് എന്താണ്? 4 ആണ്. അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള നമ്പറുകളുടെ ഇമേജുകളെല്ലാം ഇവിടെ ഉണ്ട്. 2നും 4നും ഇടയ്ക്കുള്ള നമ്പേഴ്സാണ് എന്ന് പറഞ്ഞാൽ 1നും 2നും ഇടയ്ക്കുള്ള നമ്പറുകളുടെ ഇമേജുകളെല്ലാം എന്താണ്? ഡബിളാണ്. അപ്പോൾ അതായത് ഡൊമൈനിലെ ഏതൊരു എലമെന്റിന്റെ ഇമേജ് കോഡൊമൈനിൽ വരുമ്പോൾ ഡബിൾ ആയിട്ടാണ് വരും. അപ്പോൾ ഇമേജ് എല്ലാം ഡബിളാണ്. അപ്പോൾ ഇമേജിന്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും പ്രീ ഇമേജ്. അപ്പോൾ ഇമേജും പിന്നെന്താണ്? പ്രീ ഇമേജും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ ഹാഫ് അല്ലെ പ്രീ ഇമേജിന്റെ ഡബിൾ ഇമേജ്. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരണം. അതാണ് അവിടുത്തെ മെക്കാനിസം അല്ലെ. ഇമേജിനെ പ്രീ ഇമേജ് ആക്കി, പ്രീ ഇമേജിനെ ഇമേജ് ആക്കി. ഇമേജിന്റെ ഡബിൾ എന്താണ്? പ്രീ ഇമേജിന്റെ ഡബിൾ ഇമേജ്. ഇമേജിന്റെ എന്താണ്? ഹാഫ് ടൈംസ് ആണ് പ്രീ ഇമേജ്. നമുക്ക് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്ന ശ്രദ്ധിക്കുക. ലെറ്റ് y belongs to capital R എന്ന് പറയാൻ ഈ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് കോഡൊമൈൻ, കോമ there exist x equal to y by 2 such that f of y by 2 equals, നമ്മൾ ഓൺ ടു ആണ് പ്രൂവ് ചെയ്യാൻ എങ്ങനെ എഴുതിയത്? ഫോർ കറസ്പോണ്ടിങ് ടു എനി y in y there exists an x in s such that f of x equal to y എന്ന് കിട്ടണം. സോ ആ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്നത് കിട്ടുന്നത് y by 2. ഞാൻ പറഞ്ഞു എന്താണ്? ഇമേജിന്റെ ഡബിൾ ആണ്, പ്രീ ഇമേജിന്റെ ഡബിൾ ആണ് ഇമേജ്. അപ്പൊ ഇമേജിന്റെ ഹാഫ് ആണ് പ്രീ ഇമേജ്. അതാണ് പ്രീ ഇമേജ്. അപ്പൊ എക്സ് ആണ് ഇമേജ്, y ആണ് ഇമേജ്, എക്സ് ആണ് പ്രീ ഇമേജ്. ആ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ പകുതിയാണ്. സച്ച് ദാറ്റ് f of y by 2 എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? f of x എന്ന് പറഞ്ഞാൽ 2x. അപ്പോൾ f of y by 2 എന്താണ്? 2 into y by 2 എന്ന് പറഞ്ഞാൽ എത്ര? y. ഈ കിട്ടിയത് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഈ എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. അപ്പോൾ ഓരോ പ്രോബ്ലം ആകുമ്പോൾ അതനുസരിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ എഴുതുമ്പോഴാണ് നമുക്ക് എഫ് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഓൺ ടു ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺ ടു ആണ് ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തത്. ഇപ്പോൾ ഓൺ ടു ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. therefore എന്താണ്? f is. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചേക്കാം. നമ്മളിപ്പോൾ ഈ എക്സ് y by 2 എന്ന് കിട്ടിയല്ലോ, അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ പ്രോബ്ലത്തിലും അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഇങ്ങനെയാണ് മെക്കാനിസം എഴുതി വെക്കേണ്ടത്, ഓൺ ടു ആണെന്ന് പറയണം. അപ്പോൾ ആ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അങ്ങ് നോക്കിയാൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്. എക്സിൻ്റെ ഇമേജ് വൈ ആണ്. എഫ് ഓഫ് എക്സ് എത്ര? 2x. 2x ഈക്വൽ ടു വൈ. അപ്പോൾ എക്സ് എത്ര? y by 2. അങ്ങനെ നമുക്ക് പെട്ടെന്ന് അത് എഴുതാം. പക്ഷെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം. എന്താണ്? y belongs to y, അല്ലെങ്കിൽ for y belongs to capital R, there exists x is equal to y by 2. that also, അതുകൂടെ എഴുതിയേക്കാം, that also belongs to R. അത് ഈ R അല്ലേ? ആറിൽ നിന്ന് ആറിലോട്ടായതുകൊണ്ട്. ഇപ്പോൾ ആറിൽ നിന്ന് എയിലോട്ടാണ്, ഇത് എയിലാണ് വരേണ്ടത്. അപ്പോൾ ഇതിപ്പം ആറിലുണ്ട്. such that f of y by 2 is equal to 2 times y by 2, that's equal to y. therefore f is എന്താണ്? therefore f എന്താണ്? 1 and 1 അല്ലേ? അതുകൊണ്ട് നമുക്ക് എഴുതാം. അങ്ങനെ അവർ ചോദിച്ചിട്ടില്ല. f എന്താണ്? ബൈജക്ഷൻ ആണ്.